നമസ്കാരം. പിണറായി വിജയനും എം വി ഗോവിന്ദനും അടക്കമുള്ളവർ പാർട്ടി ഇത്രയേറെ തകർന്നിട്ടും ഭരണം പോയിട്ടും പാർട്ടി ഇത്രയേറെ നാണം കെട്ട് നാറ നിന്നിട്ട് പോലും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനോ സ്ഥാനമൊഴിയാനോ തയ്യാറാകാത്തത് അവർ ചെയ്തു കൂട്ടിയ പല അഴിമതികളും പുറത്തു വരും എന്നുള്ളത് കൊണ്ടാണ്. മുമ്പ് തളിപ്പറമ്പിലെ MLA ആയിരുന്നു എം വി ഗോവിന്ദൻ. അന്ന് എം വി ഗോവിന്ദൻ നടത്തിയ അഴിമതികളൊക്കെ പലരും ഇപ്പോൾ പറയുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള അഴിമതികളുടെ തുടർച്ചയായി അത് നടത്തിക്കൊണ്ടു പോകാനാണ് എല്ലാ ചട്ടങ്ങളെയും മറികടന്നുകൊണ്ട് പാർട്ടിയിലെ എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് തൻ്റെ ഭാര്യ PK ശ്യാമളയെ അവിടെ മത്സരിപ്പിക്കാൻ എം വി ഗോവിന്ദൻ തീരുമാനിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് TK ഗോവിന്ദൻ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയതും അദ്ദേഹം വിമതനായി മത്സരിച്ച് ജയിച്ചതും PK ശ്യാമള തോറ്റ് തുന്നം പാടി തോറ്റ് തൊപ്പിയിട്ടതും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും പാർട്ടി വിട്ടുപോകാൻ, പാർട്ടിയുടെ സ്ഥാനമൊഴിയാൻ അയാൾ തയ്യാറല്ല. അതായത് അല്പമെങ്കിലും മാന്യതയുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ തീർച്ചയായും അയാൾ ആ സ്ഥാനമൊഴിയും. ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു, അതുകൊണ്ട് തന്നെ ഈ പാർട്ടി ഈ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഞാൻ ഒഴിയുന്നു എന്ന് പറഞ്ഞ് അന്തസ്സോടുകൂടി ഇറങ്ങിപ്പോകണമായിരുന്നു. പക്ഷേ വിവരവും വെള്ളിയാഴ്ചയും മാനവും മര്യാദയും നാണവും നാണക്കേടും ഒന്നുമില്ലാത്ത എം വി ഗോവിന്ദന് ഇതൊന്നും ഒരു പുത്തരിയുള്ള കാര്യമല്ല. ഇനി പിണറായി വിജയൻ്റെ കാര്യം എടുത്താലോ, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. അദ്ദേഹത്തിന് 10 വർഷം തുടർച്ചയായി ഭരണം കിട്ടി, മുഖ്യമന്ത്രിയായി വിലസി. അത് നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസിക നില തെറ്റുമോ എന്ന് പോലും പലരും ഭയന്നിരുന്നു. പക്ഷേ എന്തായാലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പിണറായി വിജയൻ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണിക്കുന്നതൊക്കെ ഒരു മുമ്പൊക്കെ കാണിച്ചിരുന്നതും PR വർക്കിൻ്റെ ഭാഗമാണ്, ഇപ്പോൾ കാണിക്കുന്നതും PR വർക്കിൻ്റെ ഭാഗമാണ്. അന്നൊക്കെ എന്തോ വലിയ അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ വലിയ സുരക്ഷയിൽ പിണറായി വിജയൻ നടന്നു. ഇന്ന് റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റീൽ ബെഞ്ചിൽ കുത്തിയിരിക്കുന്നു. അതും ഒരു PR വർക്കിൻ്റെ ഭാഗമാണ്. സഹതാപം പിടിച്ചു പറ്റാനുള്ള ഒരു PR വർക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ പിണറായി വിജയനും ഈ സ്ഥാനം, പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഒഴിയാൻ തയ്യാറല്ല. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിപക്ഷക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അല്ല, പാർട്ടിയിലെ അണികൾ തന്നെയാണ്. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ക്യാബിനറ്റ് റാങ്കുണ്ട്, പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് റാങ്കുണ്ട്, ഔദ്യോഗിക വാഹനമുണ്ട്, ഔദ്യോഗിക വസതിയുണ്ട്, ഒരു നിയമപരിരക്ഷ അധികമായുണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്കിലാക്കിയാണ് പിണറായി വിജയൻ കടിച്ചു തൂങ്ങി ഇപ്പോഴും അവിടെ കിടക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ്റെ മരുമകനായ മുഹമ്മദ് റിയാസ് അദ്ദേഹം ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് സമൂഹ മാധ്യമത്തിൽ. പിണറായി വിജയൻ്റെ ജന്മനാളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നു. അപ്പോൾ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ അമ്മാവനെ നല്ല രീതിയിൽ മുഹമ്മദ് റിയാസ് വെള്ള പൂശിയിട്ടുണ്ട്. ആ കുറിപ്പ് എങ്ങനെയാണ്: തളരാത്ത മനസ്സിനും പതറാത്ത നിലപാടുകൾക്കും ജന്മദിനാശംസകൾ. കോരൻ്റെ മകനെ അംഗീകരിക്കാനാവാത്ത ഫ്യൂഡൽ വരേണ്യതയും കോർപ്പറേറ്റ് മാധ്യമങ്ങളും നിരന്തരമായി സഖാവിനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രസ്ഥാനത്തിനുമപ്പുറം ഈ മനുഷ്യന് നിലപാടില്ല എന്നതുകൊണ്ടാണ് ആക്രമത്തിന് ഇളവ് നൽകാത്തതെന്നറിയാം. സകല മര്യാദകളും ലംഘിച്ച് അപവാദ പ്രചരണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വ്യക്തിപരമായ അധിക്ഷേപിച്ച് തകർത്തുകളയാൻ എല്ലാ അടവുകളും പയറ്റിക്കൊണ്ടേയിരിക്കുന്നു. മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നയാൾ ഉടനെ പ്രതിപക്ഷ നേതാവായത് എന്തോ പുതിയ സംഭവമായാണ് ഇപ്പോഴുള്ള പ്രചാരണം. സഖാക്കൾ EMS-ഉം EK നായനാരും BS-ഉം ഇങ്ങനെ ആയത് അറിയാത്തവരല്ലല്ലോ ഈ പ്രചാരകർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് എന്ത് ചുമതല നിർവഹിക്കണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. ഇനി ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, UDF-ൽ K കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഇങ്ങനെ ആയതല്ലേ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ വളഞ്ഞിട്ടടിച്ചോളൂ. പക്ഷേ ജനമനസ്സിൽ സഖാവ് അന്നും ഇന്നും എന്നും പോരാട്ടത്തിൻ്റെ പ്രതീകമാണ്. എക്കാലവും പ്രസ്ഥാനത്തിനു വേണ്ടി മാത്രം നിലകൊണ്ടതിനാണ്, വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് പറഞ്ഞതിനാണ് ഈ ആക്രമണമെന്നറിയാം. പ്രായമായെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നവരെ, അവഗണിക്കപ്പെടുന്നവരുടെ ശബ്ദമായി ഈ മനുഷ്യൻ ഇനിയുമുണ്ടാകും. കൂടെ പോരാടാൻ ഞങ്ങളും. കാരണം ഇത്രയെങ്കിലും പറയേണ്ടത് ഒരു മരുമകൻ എന്നുള്ള നിലയിൽ മുഹമ്മദ് റിയാസിൻ്റെ ഒരു ബാധ്യതയാണ്. കാരണം കുടുംബ സ്വത്ത് പോലെ കൈയടക്കി വെച്ചിരിക്കുന്ന പാർട്ടിയുടെ നിയന്ത്രണം നഷ്ടമായെന്നറിയുമ്പോൾ ഇതൊക്കെ നല്ലതാണ്. പിന്നെ ഈ കുറിപ്പിൽ പറയുന്ന കോരൻ്റെ മകൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് സഹതാപം പിടിച്ചു പറ്റാനുള്ള വില കുറഞ്ഞ ഒരു തരം പ്രചരണമാണ്. കോരൻ്റെ മകൻ എന്ന് പറയുമ്പോൾ അതിലൊരു തെറ്റും കാണുന്നില്ല. അതൊരു പണ്ട് കാലത്ത് നിലവിലിരുന്ന ഒരു പേരാണ്. ഇന്നിപ്പോൾ ആരും കോരൻ എന്നുള്ളൊരു പേരിടുന്നില്ല. അങ്ങനെ എന്തെല്ലാം പേരുകളുണ്ടായിരുന്നു, ഇപ്പോഴും പലർക്കുമുണ്ട്. ആരും സ്വന്തം പേരിൽ നാണക്കേട് തോന്നേണ്ട കാര്യമില്ലല്ലോ. സ്വന്തം അച്ഛൻ്റെ പേരിൽ നാണക്കേട് തോന്നേണ്ട യാതൊരു കാര്യവുമില്ല. ഞാനും ഈ സമുദായക്കാരനാണ്, എനിക്കൊരു നാണക്കേട് തോന്നിയിട്ടില്ല. എൻ്റെ സമുദായത്തിനെ കുറിച്ച് എനിക്കൊരു നാണക്കേട് തോന്നിയിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ പേരിനെ കുറിച്ച് എനിക്കൊരു നാണക്കേട് തോന്നിയിട്ടില്ല. ഇനി കോരൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു നാണക്കേടായി തോന്നുമെങ്കിൽ അത് മാറ്റണം. അല്ലാതെ കോരൻ്റെ മകന് എന്ന് പറഞ്ഞ് ഇവിടെ ആരും അധിക്ഷേപിക്കുന്നില്ല. ആരാ അധിക്ഷേപിക്കുന്നത്? അതൊക്കെ ഒരു സൃഷ്ടിച്ചെടുക്കുന്നത് നിങ്ങളെപ്പോലെയുള്ളവരാണ്. നിങ്ങൾക്ക് സഹതാപം, എങ്ങനെയും ജനങ്ങളുടെ സഹതാപം നേടണം. വിരട്ടലും വിലപേശലും ഊച്ചാളിത്തരവും ചട്ടമ്പിത്തരവും കൊണ്ട് കാര്യമില്ലെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കൊണ്ട് ചെന്നാൽ ആൾക്കാർക്ക് ആരും അടക്കി തൊഴിക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള നമ്പറുകളൊക്കെ ഇറക്കുന്നത്. പിന്നെ EK നായനാരും BS-ഉം ഒക്കെ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാക്കളായി പിന്നീട് വന്നു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഇവരെയൊക്കെ
പിണറായി വിജയനുമായി താരതമ്യപ്പെടുത്താൻ റിയാസെ അല്പമെങ്കിലും ഉളുപ്പുണ്ടോ? അവരൊക്കെ സഖാക്കന്മാരായിരുന്നു. പിണറായി വിജയൻ സഖാവല്ല. ആര് പറഞ്ഞു പിണറായി വിജയൻ സഖാവാണെന്ന്? ഒരു സഖാവിന് വേണ്ട ലക്ഷണങ്ങൾ ഇയാൾക്കുണ്ടോ? ഒരു സഖാവിന് വേണ്ട രീതിയിലാണോ ഇയാൾ 10 കൊല്ലം ഭരിച്ചത്? അപ്പോൾ അതുകൊണ്ട് അത് വിട്. കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്താണെന്ന്. പിന്നെ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ പ്രതിപക്ഷ നേതാക്കളായ കാര്യം അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. കാരണം അത് മറ്റൊരു പാർട്ടിയാണ്. അവർക്ക് പ്രത്യേക അവരുടേതായ നിയമാവലികളും അവരുടെ ശൈലിയും ഒക്കെയുണ്ട്. ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും കോൺഗ്രസ്സുകാരെ പോലെ ആകാൻ കഴിയില്ല. അതുകൊണ്ട് അതിനെ ഒന്നും കൂട്ടുപിടിക്കേണ്ട. ദയവ് ചെയ്ത് നിങ്ങളൊക്കെ ഈ ചെയ്യേണ്ടിയിരുന്നത് ഒന്നും മിണ്ടാതെ ഒരറ്റത്ത് മിണ്ടാതിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് സമൂഹ മാധ്യമത്തിൽ ചർച്ചയാകും. അതുവഴി തനിക്കും മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കാമെന്നുള്ളൊരു ചിന്ത കൂടി ഉണ്ടായിരിക്കാം. പക്ഷേ അതിൽ കൂടുതൽ അപഹാസ്യനാവുകയാണ്, അവഹേളിതനാകുകയാണ് എന്നുള്ള കാര്യം കൂടി മുഹമ്മദ് റിയാസ് മനസ്സിലാക്കണം. പിണറായി വിജയനെ എത്രയധികം വെള്ളപൂശി എടുത്തു കഴിഞ്ഞാലും പിണറായി വിജയൻ അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ നിങ്ങൾ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞ് ഒറ്റപ്പെടുത്താനാണ് തീരുമാനമെന്ന് പറഞ്ഞല്ലോ. പ്രായപരിധി മാനദണ്ഡം കൊണ്ടുവന്നത് ഇതേ പിണറായി വിജയനാണ്. എന്നിട്ട് അയാൾക്ക് വേണ്ടി അതിനെ തിരുത്തിയതും അയാൾ തന്നെയാണ്. അപ്പോൾ പിണറായി വിജയൻ ഒരു മാനദണ്ഡവും ബാധകമല്ല. ഈ പിണറായി വിജയൻ്റെ തറവാട് സ്വത്തല്ലല്ലോ ഈ പറയുന്ന പ്രസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് അതെങ്കിലും മനസ്സിലാക്കാനുള്ള മൂള തലയ്ക്കകത്ത് ഉണ്ടാകണം. ഇല്ലെങ്കിൽ ആൾക്കാർ ഇനിയും പൊങ്കാല ഇടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കള്ളക്കേസ് എടുക്കാൻ പറ്റില്ല, കാരണം ഭരണം പോയി അമ്മാവൻ്റെ കയ്യിൽ നിന്ന്. അതുകൂടി ഓർത്തോ.